ജലനിരപ്പ് ഉയർന്നതോടെ മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ മുഴുവൻ ഷട്ടറുകളും തുറന്നു. അസാധാരണ സാഹചര്യമാണ് മുല്ലപ്പെരിയാറിലേതെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. മുഴുവൻ ഷട്ടറുകൾ തുറന്നിട്ടും മുല്ലപ്പെരിയാറിൽ റൂൾ കർവിന് താഴേക്ക് ജലനിരപ്പ് എത്തിയിട്ടില്ല. അവസാന റിപ്പോർട്ട് ലഭിക്കുമ്പോൾ 138.80 അടിയാണ് ഡാമിലെ ജലനിരപ്പ്. തമിഴ്നാടും പരമാവധി ജലം ഒഴുക്കിക്കൊണ്ടു പോകുന്നുണ്ട്. രാത്രി വൈകിയും ജലനിരപ്പ് താഴ്ന്നില്ലെങ്കിൽ മറ്റു നടപടികൾ ആലോചിക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. 7 അടിയുടെ വ്യത്യാസം രേഖപ്പെടുത്തി എന്ന് പറയുന്നത് അത്യപൂർവമായ ഒരു സാഹചര്യം. അവിടെ മാറ്റി പാർപ്പിക്കേണ്ടി വന്നിട്ടുള്ള കുറച്ച് കുടുംബങ്ങൾ ഉണ്ടായിരുന്നു. അത് പെരിയാർ കോളനി കുടുംബമാണ്. അവരെ ഹോളിഡേ ഹോമിലേക്കാണ് മാറ്റിയിട്ടുള്ളത്. റൂൾ കർവ് പ്രകാരം 137 അടിയാണ് അണക്കെട്ടിൽ ഒക്ടോബർ മാസത്തിൽ സംഭരിക്കാവുന്ന പരമാവധി ജലനിരപ്പ്. വൃഷ്ടിപ്രദേശമായ കുമളിയിൽ പെയ്ത അസാധാരണ മഴയെ തുടർന്ന് പുലർച്ചെ 4 മണിയോടെ റൂൾ കർവിന് മുകളിലേക്ക് ജലനിരപ്പെത്തി. ഇതോടെയാണ് ഡാം തുറക്കാൻ ജില്ലാ ഭരണകൂടം തീരുമാനിക്കുന്നത്. തമിഴ്നാട് ജലവിഭവ വകുപ്പുമായി ആലോചിച്ച് 9 മണിക്ക് ആദ്യഘട്ടമായി ഡാമിന്റെ 3 ഷട്ടറുകൾ തുറന്നു. 11 മണിയോടെ 5 ഷട്ടറുകൾ കൂടി തുറന്നു. 1 മണിയോടെ 13 ഷട്ടറുകളും തുറന്ന് പരമാവധി ജലം പുറത്തേക്ക് ഒഴുക്കുകയാണ്. അണക്കെട്ട് തുറന്നതിനെ തുടർന്ന് പെരിയാറിന്റെ തീരത്ത് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഏതാനും കുടുംബങ്ങളെയും മാറ്റിപ്പാർപ്പിച്ചു. മീഡിയ 1 ഇടുക്കി.